ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. രാമന്റെയും ലക്ഷ്മണന്റെയും സംരക്ഷണയിൽ യാഗം യാതൊരു വിഘ്നവും കൂടാതെ സമംഗളം നടന്നു. യാഗത്തിന് ശേഷം വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു, മിഥിലയിൽ ജനകരാജകൊട്ടാരത്തിൽ ആരംഭിച്ചിരിക്കുന്ന ധനുർയാഗം കാണുവാൻ നമുക്കും പോകണം. മഹാദേവനാൽ ദാനം ചെയ്യപ്പെട്ട ത്രയംബകം എന്ന വലിയ ഭാരമേറിയ ഒരു വില്ല് അവിടെയുണ്ട്. ഒരാൾക്കോ 100 പേർക്കോ അതൊന്ന് എടുത്തു പൊക്കാൻ സാധ്യമല്ല. ആ ശൈവ ശരാസനമെടുത്ത് കുലയ്ക്കുന്നവനാണ് ജനകപുത്രിയായ സീതയുടെ ഭർതൃസ്ഥാനത്തിന് അർഹൻ. അതാണ് രാജശാസനം. അപ്പൊ ഇതിനിടയിൽ ഒട്ടനവധി രാജാക്കന്മാർ വന്ന് പരിശ്രമിച്ചു നോക്കി, ഫലിച്ചില്ല. ഏതായാലും നമുക്കും അതൊന്നു പോയി കാണണം, കാണേണ്ട കാഴ്ച തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിന്തിരുവടി എന്ത് ആജ്ഞാപിച്ചാലും അത് അനുസരിക്കണമെന്നാണ് അച്ഛൻ്റെ കൽപ്പന. അതുകൊണ്ട് അവിടുത്തെ അഭിപ്രായം എന്തോ അത് ഞങ്ങൾക്കും സ്വീകാര്യമാണെന്ന് രാമനും പറഞ്ഞു. അവരങ്ങനെ മുനിയോടൊപ്പം മിഥിലയിലേക്ക് യാത്ര തിരിച്ചു. യാത്രാ മധ്യേ വിജനവും ഭയാനകവും എന്നാൽ ശാന്തസുന്ദരവുമായ ഒരു ജീർണിച്ച ആശ്രമം കണ്ട് അതാരുടേതാണെന്ന് രഘുകുമാരൻ ചോദിച്ചു. കൗശികൻ പറഞ്ഞു, ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, വീണ്ടും തപസ്സിന് പോയിരിക്കുകയാണ്. അദ്ദേഹം ഈ ആശ്രമത്തിൽ ധർമ്മപത്നിയായ അഹല്യയും ഒരുമിച്ച് താമസിച്ചു വന്നിരുന്നു. രൂപലാവണ്യം തികഞ്ഞ ഒരു അതിസുന്ദരിയായിരുന്നു അഹല്യ. യൗവനം ഒരിക്കലും ക്ഷയിക്കുകയില്ലെന്നുള്ള ഒരു വരവും അവൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മുൽഗലൻ എന്ന പാഞ്ചാല രാജാവിൻ്റെ പുത്രിയായിരുന്നു സുന്ദരിയായ അഹല്യ. അഹല്യയുടെ അനിതര സാധാരണമായ അഴക് ഒരിക്കൽ ആകാശ സഞ്ചാരവേളയിൽ അമരനാഥൻ കണ്ട് അദ്ദേഹം മോഹിച്ച് താഴെ ഇറങ്ങി. അഹല്യ അപ്പോൾ ആശ്രമവാടിയിൽ നിന്ന് പുഷ്പങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ഇന്ദ്രനുമായി നടന്ന സംഭാഷണത്തിൽ ആ ഋഷിപത്നിയുടെ മനസ്സൊന്നിളകി. അതിന് കാരണവുമുണ്ട്. സ്വതവേ വിഷയ വിരക്തനായിരുന്നു ഗൗതമൻ. എന്നാൽ അഹല്യയുടെ സ്ഥിതി നേരെ മറിച്ചുമായിരുന്നു. അന്നു മുതൽ അഹല്യയും അമരനാഥനും തമ്മിൽ വല്ലപ്പോഴും ഗൗതമൻ അറിയാതെ സമാഗമങ്ങൾ നടന്നു വന്നിരുന്നു. ആ നിഗൂഢ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലി സുഗ്രീവന്മാർ എന്ന 2 വാനര ബാലന്മാരെ വളർത്തുവാൻ ഇന്ദ്രൻ അവളെ ഭാരമേൽപ്പിച്ചത്. ഗൗതമന് അഹല്യയിൽ ശതാനന്ദൻ എന്ന ഒരു പുത്രനും ജാതനായി. കാലാന്തരത്തിൽ ശതാനന്ദൻ മിഥിലയിൽ ജനകരാജാവിൻ്റെ പുരോഹിതനായി തീരുകയാണ് ഉണ്ടായത്. ഒരു ദിവസം അർദ്ധരാത്രി സമയത്ത് പുരന്ദരൻ അഹല്യയെ കാണുവാനായിട്ട് രഹസ്യമായി ആശ്രമത്തിൽ വന്നു. ഈ സമയം ഗൗതമൻ ആശ്രമത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റുവാൻ വേണ്ടി ഇന്ദ്രൻ കോഴി കൂവുന്ന ശബ്ദം പുറപ്പെടുവിച്ചു. നേരം വെളുക്കാറായി എന്ന് വിചാരിച്ച് ഗൗതമൻ ധൃതിയിൽ എഴുന്നേറ്റ് ഗംഗാ സ്നാനത്തിനായി പുറപ്പെട്ടു. ആ തക്കം നോക്കി അദ്ദേഹം അകത്ത് കടക്കുകയും ചെയ്തു. മന്ദാകിനിയുടെ തീരത്തെത്തിയ മുനി ഗംഗയുണർന്നിട്ടില്ലെന്നും സ്നാനത്തിനുള്ള സമയമായില്ലെന്നും കോഴി കൂവിയത് സമയക്കേടിലാണെന്നും ധരിച്ചുകൊണ്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് അദ്ദേഹം അപ്പോൾ അവിടെ കണ്ടത്. പെട്ടെന്ന് കോപാന്ധനായി അഹല്യയെ അദ്ദേഹം ശപിച്ചു. പാതിവൃത്യം ബലി കഴിച്ച നീ വികാരരഹിതമായ ഒരു പാറയായി തീരട്ടെ എന്നാണ് ശപിച്ചത്. വെയിലും മഞ്ഞും മഴയും ഏറ്റ് ദീർഘകാലം ഒരു കരിങ്കല്ലായി ഇവിടെ കിടക്കുക എന്നാണ്
ഈ ആശ്രമവാടത്തിൽ ഒരു ജീവി പോലും ഇനി കാണപ്പെടുകയില്ല. ഇതൊരു ശൂന്യ പ്രദേശമായി തീരട്ടെ എന്നും മുനി പറഞ്ഞു. ജംഭാന്തകനെയും അദ്ദേഹം ശപിച്ചു. ആരു കണ്ടാലും അറപ്പും വെറുപ്പും തോന്നത്തക്കവണ്ണം സർവാംഗം പരിഹാസ്യമായ വിധം ലിംഗങ്ങൾ ഉള്ളവനായി തീരട്ടെ എന്നാണ് അദ്ദേഹം ഇന്ദ്രനെ ശപിച്ചത്. ശാപമോചനത്തിനായി അഹല്യ അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദശരഥപുത്രനായി പിറക്കുന്ന ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശമേൽക്കാൻ ഒരവസരം സിദ്ധിക്കുമെങ്കിൽ അന്ന് ശാപമോചനം ഭവിക്കുമെന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു. ഇന്ദ്രനും അദ്ദേഹം ശാപമോക്ഷം നൽകി. 3 വർഷം സഹസ്രലിംഗനായി പരിഹാസ പാത്രമായി സ്ത്രീ സംഘരഹിതനായി കഴിഞ്ഞുകൂടിയതിനു ശേഷം ലിംഗങ്ങളുടെ സ്ഥാനങ്ങളിൽ അക്ഷികളുണ്ടായി നീ സഹസ്രാക്ഷനായി തീരുമെന്ന് അദ്ദേഹത്തിന് ശാപമോക്ഷവും നൽകി. ഗൗതമൻ വീണ്ടും തപസ്സിനായി പുറപ്പെട്ടു. കുമാര, നോക്കൂ, കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ കാണുന്ന ആ കരിമ്പാറ വിഗ്രഹമാണ് അഹല്യ. അങ്ങയുടെ പൊൽപാദങ്ങൾ ആ പാറയിൽ ഒന്ന് അർപ്പിക്കൂ, അവൾക്ക് ശാപമോക്ഷം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ പറയുകയാണ്, എന്നേക്കാൾ എത്രയോ പ്രായമേറിയ ഒരു സ്ത്രീയുടെ ശിലാവിഗ്രഹത്തിൽ കേവലം ഒരു ബാലനായ ഞാൻ എങ്ങനെയാണ് ചവിട്ടുന്നത്? അത് ധർമ്മമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വിശ്വാമിത്രൻ പറയുകയാണ്, പ്രഭു രാമചന്ദ്ര, അങ്ങ് ആരാണെന്ന് ഈ ഭക്തദാസനെ അറിയുന്നുണ്ട്. എന്നെയും നിന്തിരുവടി മായയാൽ മയക്കാൻ തുടങ്ങുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അരുണാരുണ പ്രഭയെ വെല്ലുന്ന ഒരു തൂമന്ദഹാസം പൊഴിച്ചുകൊണ്ട് നമ്മുടെ ദാശരഥി ഗാധിനന്ദനാൽ അനുഗതനായി അല്പം നടന്ന് തൻ്റെ തൃപ്പാദങ്ങൾ ഉയർത്തി ആ ശിലയെ ഒന്ന് സ്പർശിച്ചു. അത്ഭുതം! സുന്ദരാംഗിയായ ഒരു അങ്കനാരത്നം അഹല്യ സജീവ പ്രാണനോട് കൂടി എഴുന്നേറ്റ് ജഗൽപതിയായ രഘുപതിയുടെ കഴലിണകളിൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്ത് രാമമഹിമയെ വാഴ്ത്തി സ്തുതിച്ചു. ഭക്തോത്തമയായ അഹല്യ മാനുഷരൂപത്തിൽ നിൽക്കുന്ന സാക്ഷാൽ വൈഷ്ണവ മഹാധ്രുവം മുഴുവനും ദർശിച്ചു. രാമചന്ദ്രനില് അഹല്യ സാക്ഷാൽ മഹാവിഷ്ണുവിനെ കാണാൻ അഹല്യയ്ക്ക് സാധിച്ചു. കാരണം അഹല്യ ഭക്തോത്തമയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ കാണാൻ സാധിച്ചത്. ശംഖുചക്ര ഗദാപത്മങ്ങൾ അണിഞ്ഞ് 4 തൃക്കരങ്ങളും മണിരത്ന മകുടവും മകരകുണ്ടലങ്ങളും കൗസ്തുഭഹാരവും ശ്രീവത്സാങ്കിത വക്ഷസ്സും ഇന്ദ്രനീലക്കല്ലത്ത പൂമേനിയും പീതവർണ്ണ പ്രശോഭിതമായ വസനവും എല്ലാം അവൾ കണ്ടു. പക്ഷേ നിമിഷ നേരം കൊണ്ട് ആ ദിവ്യാകൃതി അവളുടെ ഹൃദയദർപ്പണത്തിൽ നിന്നും മാഞ്ഞു പോകുകയും ചെയ്തു. അഹല്യ വീണ്ടും രാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എഴുന്നേൽക്കൂ, നീ പാപവിമുക്തയും ശാപവിമോചിതയുമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വാമിത്രൻ അനുഗ്രഹിച്ച് അഹല്യയ്ക്ക് ശാപമോചനം ലഭിച്ചു എന്ന് ദിവ്യദൃഷ്ടിയാൽ അറിഞ്ഞ ഗൗതമൻ അവിടെ എത്തി അവളെ സ്വീകരിച്ച് ജനകനും പത്നിയും സന്താന ഭാഗ്യത്തിനായി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. നദീതീരത്തുള്ള ഒരു വിജന പ്രദേശമാണ് യാഗശാല നിർമ്മിക്കാൻ തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടി ആ യാഗഭൂമി സമനിരപ്പാക്കാൻ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഉഴവുചാലിൽ ദിവ്യപ്രഭ തിളങ്ങുന്ന ഒരു പെൺകുഞ്ഞ് കിടക്കുന്നതായി കാണപ്പെട്ടു. ദൈവം തന്ന തങ്കപ്പൊൻനിധിയാണെന്ന് സങ്കല്പിച്ച് തീർത്ഥം തളിച്ച് ജനകൻ ആ പൈതലിനെ കയ്യിലെടുത്ത് തൻ്റെ പ്രിയ പത്നിയെ ഏൽപ്പിച്ചു. സീതയിൽ, അതായത് ഉഴുവുചാലിൽ നിന്നും ലഭിച്ചതുകൊണ്ട് ആ ശിശുവിന് സീതയെന്ന് നാമകരണം ചെയ്തു. ലോകത്തിലുള്ള സർവ സൗന്ദര്യ സഞ്ചയങ്ങളുടെയും സാരാംശങ്ങൾ സമഞ്ജസമായി ഒന്നിച്ചിണങ്ങിയ ഒരു അലൗകിക കോമള രൂപിണിയായിരുന്നു സീത. ഒരു രാജകുമാരിക്ക് വേണ്ട സർവവിദ്യകളും വിദഗ്ധരായ ഗുരുനാഥന്മാരിൽ നിന്നും ആ കന്യക ഗ്രഹിച്ചു. അങ്ങനെ സർവർക്കും സന്തോഷപ്രദായിനിയായ മഹാലക്ഷ്മിയെ പോലെ സീത മിഥിലാപുരി കൊട്ടാരത്തിൽ വിളങ്ങി പ്രകാശിച്ചു. രാവണ സ്പർശത്താൽ അശുദ്ധയായി ഭവിച്ച വേദവതി യോഗാഗ്നിയിൽ സ്വയം ജഡം ആഹൂതി ചെയ്ത് പാലാഴിമാതിൽ വിലയം പ്രാപിച്ച് സാക്ഷാൽ ലക്ഷ്മിയായി തീർന്ന് ചെന്താമരാക്ഷന്റെ കാന്തയാകുവാനും രാവണന്റെ നാശത്തിന് കാരണഭൂതയാകുവാനും വേണ്ടി അയോനിജയായി പിറന്നിരിക്കുകയാണെന്നുള്ള ദേവരഹസ്യം ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ വിശ്വാമിത്രൻ തൻ്റെ ദിവ്യദൃഷ്ടിയാൽ
ഭൂത ഭാവി സംഭവങ്ങൾ സർവവും അറിയാവുന്നവനായതുകൊണ്ടാണ് രാമചന്ദ്രനെയും കൂട്ടിക്കൊണ്ട് മിഥിലാപുരിയിലേക്ക് പുറപ്പെട്ടത്. അഹല്യയ്ക്ക് ശാപമോചനം കൊടുപ്പിക്കണം, അതും അദ്ദേഹത്തിന്റെ നിശ്ചയങ്ങളിൽ ഒന്നായിരുന്നു. സീതയെ ലഭിച്ചതിനു ശേഷം ജനകപത്നി ഒരു പുത്രിയെ പ്രസവിച്ചു. അങ്ങനെ ജനകാത്മജയ്ക്ക് ഒരു അനുജത്തി കൂടി ഉണ്ടായി. അവൾക്ക് ഊർമിള എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. അപ്പൊ ജനകന്റെ അനുജനായ കുശധ്വജന് മാണ്ഡവി എന്നും ശ്രുതകീർത്തി എന്നും 2 പെൺമക്കൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ 4 പേരും ഒരിക്കലും വേർപിരിയാത്ത സഹോദരിമാരായി മനോഹരമായ മയിൽപേടകളെ പോലെ അന്തഃപുര മലർവാടിയിൽ ആടിക്കളിച്ചുല്ലസിച്ച് വളർന്നു വന്നു. മിഥിലയിൽ എത്തിയ വിശ്വാമിത്രൻ രാമ ലക്ഷ്മണന്മാരെയും ഒരുമിച്ച് രാജകൊട്ടാരത്തിനടുത്തുള്ള ശതാനന്ദന്റെ ആശ്രമത്തിൽ വിശ്രമിച്ചു. അപ്പോൾ സൂര്യചന്ദ്രന്മാരെ പോലെയുള്ള 2 രാജകുമാരന്മാരെയും കൊണ്ട് കൗശികൻ തന്റെ രാജധാനിക്ക് അടുത്ത് വന്ന് വിശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞ് ജനക മഹീപതി മന്ത്രിമാരെയും കൂട്ടി എത്രയും പെട്ടെന്ന് അവിടെ എത്തി ആദരപൂർവ്വം അവരെ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. വിശ്വാമിത്രൻ ജനകനോട് പറഞ്ഞു, അങ്ങയുടെ പുത്രീ പരിണയം സംബന്ധിച്ച് 1 മാസമായി ഇവിടെ ഒരു ചാപയാഗം നടക്കുന്നു എന്ന് കേട്ടു. പല രാജാക്കന്മാരും വില്ലൊന്ന് പൊക്കാൻ പോലും സാധിക്കാതെ നിരാശരായി മടങ്ങിയെന്നും കേട്ടു. നാളെയും അതിനുള്ള ഒരു ദിവസമാണെന്നറിഞ്ഞു. അതൊന്ന് കാണുവാൻ വേണ്ടി സിദ്ധാശ്രമത്തിൽ നിന്നും ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞു. ജനകൻ പറഞ്ഞു, ശരിയാണ്, പല രാജാക്കന്മാരും ഇവിടെ വന്ന് പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ചിലർക്ക് അംഗഭംഗങ്ങൾ പോലും സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു അസാധ്യമായ പന്തയം വച്ചതിനുള്ള ഗൗരവം കൊണ്ട് ചില രാജാക്കന്മാർ എന്നോട് യുദ്ധത്തിന് പോലും വന്നു കഴിഞ്ഞിരിക്കുന്നു. നാളെയാണ് അവസാനത്തെ ദിവസം. നാളെയും ആരും വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മകൾ എന്നും കന്യകയായിട്ട് ജീവിക്കാനാണ് വിധിയെങ്കിൽ അതിനെ തടുക്കാൻ എനിക്ക് കഴിയുമോ എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്രൻ ചോദിച്ചു, ഈ അസാധ്യമായ പന്തയത്തിൽ നിന്നും പിന്മാറി യോഗ്യനായ ഏതെങ്കിലും ഒരു രാജകുമാരനെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിച്ചുകൂടെ? ജനകൻ പറഞ്ഞു, സത്യലംഘനം ചെയ്യാനുള്ള മടി കൊണ്ട് എനിക്കത് സാധ്യമല്ല. ഈ വില്ലെടുത്ത് കുലയ്ക്കുന്ന രാജകുമാരനല്ലാതെ എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്തു പോയി. ആ സത്യത്തെ ഞാൻ എങ്ങനെ ലംഘിക്കും? സീതയെ പാണിഗ്രഹണം ചെയ്യാൻ വേണ്ടി പല രാജാക്കന്മാരും മുമ്പോട്ട് വന്ന് എന്നെ ഞെരുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പന്തയം ഞാൻ ശപഥം ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ജനകൻ ചോദിച്ചു, അങ്ങയുടെ കൂടെ വന്ന രാജകുമാരന്മാർ ആരാണെന്ന്? വിശ്വാമിത്രൻ പറഞ്ഞു, അയോധ്യാധിപതിയായ ദശരഥന്റെ പുത്രന്മാരായ രാമ ലക്ഷ്മണന്മാരാണവർ. എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ അവരെ സിദ്ധാശ്രമത്തിൽ കൂട്ടിക്കൊണ്ടു വന്നതാണ് എന്ന് പറഞ്ഞു. വിശ്വാമിത്രനും ജനകനും തമ്മിൽ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരുന്ന അവസരത്തില് രാമനും ലക്ഷ്മണനും പുറത്തു വന്ന് രാജധാനിയുടെ ബാഹ്യരമണീയത നോക്കി ആനന്ദിക്കുകയായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായി അന്തഃപുര മട്ടുപ്പാവിൽ ഊർമിളയും ഒരുമിച്ച് സല്ലപിച്ചുകൊണ്ട് നിന്നിരുന്ന മൈഥിലി രാമകുമാരന്റെ അരവിന്ദ സുന്ദരമായ ചന്ദ്രവദനം ദർശിക്കാനിടയായി. ദാശരഥിയും മട്ടുപ്പാവിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ അവിടെയും ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നതായിട്ട് കണ്ടു ജനകാത്മജ. ഈ സമയത്ത് ലക്ഷ്മണൻ ഊർമിളയെയും കാണാനിടയായി. ഈ സമയം ജനകൻ ചോദിച്ചു, അങ്ങ് ദശരഥ കുമാരന്മാരെ സിദ്ധാശ്രമത്തിൽ എന്തിനാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. അപ്പൊ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, യാഗവിധ്വംസനം ചെയ്തുകൊണ്ടിരുന്ന കുറെ രാക്ഷസ പരീക്ഷകളുടെ ശല്യം തീർക്കാനാണ്. എല്ലാ നിശാചരന്മാരെയും അവർ നിഗ്രഹിച്ചു. യാഗവും നിർവിഘ്നം ഞാൻ നടത്തി. അതിനുശേഷം യാത്രാമധ്യേ ഗൗതമ ശാപത്താൽ ശിലയായി കിടന്നിരുന്ന അഹല്യയ്ക്ക് ശാപമോക്ഷവും അരുളി. അങ്ങയുടെ കുലാചാര്യനായ ശതാനന്ദനും അപ്പോൾ അവിടെ ആഗമിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഈ സമയം ജനകൻ ചിന്തിച്ചത്, ഈശ്വര, രാമചന്ദ്രകുമാരന് ഈ വില്ലൊന്ന് കുലയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായേനെ. എൻ്റെ മകൾക്ക് അതിനുള്ള യോഗം സിദ്ധിക്കുമോ എന്നാണ് അദ്ദേഹം ആ സമയം ചിന്തിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം ചാപ പ്രദർശനത്തിനും അതേ തുടർന്നുള്ള യാഗത്തിനും വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു. അങ്ങനെ സുന്ദരിയായ ജനകാത്മജയുടെ പാണിഗ്രഹണം മോഹിച്ച് അന്നും അനവധി രാജാക്കന്മാര് സന്നിഹിതരായി പന്തലില് അവര് സ്ഥാനമുറപ്പിച്ചിരുന്നു. ത്രയംബകം, ശൈവ ധനുസ്
8 ചക്രങ്ങളുള്ള ഒരു ഇരുമ്പ് പേടകത്തിലാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. അവിടെ നിന്നും അത് കൊണ്ടുവരാനായിട്ട് ബഹുശതം വാഹകന്മാർ ചേർന്ന് അത് വലിച്ച് പ്രദർശനശാലയുടെ മധ്യഭാഗത്ത് ഉള്ള മണ്ഡപത്തിൽ കൊണ്ടുവന്നു വെച്ചു. അനന്തരം പുരോഹിതന്മാരും വേദിയാരും ചേർന്നത് വിധിപ്രകാരം പൂജിച്ചു. അങ്ങനെ മത്സരത്തിനുള്ള സമയമായി. രാജാക്കന്മാർ പലരും വന്ന് വില്ലെടുത്ത് പൊക്കാൻ നോക്കി, അനങ്ങുന്നില്ല. ഒരു ചെറിയ ചലനം പോലും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വില്ലിന്റെ നടുക്കത്താല് അവർ ദൂരെ തെറിച്ചു വീണു എന്ന് മാത്രം. അപ്പോൾ കഷ്ടം, രാജകുമാരി എന്നും കന്യാ പെണ്ണായി ഇരുന്നു പോകുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ സദസ്സിലിരുന്ന പലരും ഇങ്ങനെയൊക്കെ മന്ത്രിച്ചു. ഒടുവില് വിശ്വജേതാവായ വിശ്വാമിത്രൻ വിശ്വംഭരനായ രാജകുമാരന്റെ മുഖത്തേക്ക് സാകൂതം ഒന്ന് നോക്കി. ഗാദി തനയന്റെ മനോഗതം ദാശരഥിക്ക് മനസ്സിലായി. അദ്ദേഹം വിനയപൂർവം മുമ്പോട്ട് വന്ന് വിശ്വാമിത്രനെയും സദസ്സിലിരുന്ന ധരണീപതികളെയും വന്ദിച്ചതിന് ശേഷം നേരെ ഇരുമ്പ് പെട്ടകത്തിനടുത്തേക്ക് ചെന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി നാളത്തെ വീഡിയോയിൽ പറയാം.